ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രം തൻ്റെ അമ്മയാണെന്ന് പോലും വിചാരിക്കാതെ ദീപേനെ എങ്ങനെയെങ്കിലൊക്കെ ഇല്ലാതാക്കാൻ നോക്കാം. കാരണം അവരൊരുപാട് അഹങ്കരിക്കേണ്ട. ആദ്യം ദീപേനെ തന്നെ ഇല്ലാതാക്കണം, അതിനുശേഷം കിരൺ, അതിനുശേഷം കല്യാണി, ഇവരെ മൂന്ന് പേരും പതുക്കെ പതുക്കെ ഇല്ലാതാക്കണം. അതിനുവേണ്ടി വിക്രം അങ്ങനെ രാവിലെ തന്നെ പുറപ്പെടുവട്ടെ. അതായത് ആ ദിവസം, അതായത് തിങ്കളാഴ്ച നടക്കുന്ന സംഭവമാട്ടോ. അപ്പോൾ തിങ്കളാഴ്ച തന്നെ വിക്രം പോകുവാണ്. അങ്ങനെ ദീപേനെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്, പിടിച്ച് വലിച്ച് നിലത്തേക്കൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ കിരണും കല്യാണി അവിടെ വരുന്നുണ്ട്, ദീപേനെ തക്ക സമയത്ത് രക്ഷിക്കണമുണ്ട് കേട്ടോ. അപ്പോഴാണ് വിക്രം ഒരു വാക്ക് പറയണത്, അതെ, നിങ്ങൾ എൻ്റെ അമ്മയൊന്നുമല്ല, നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ജീവിച്ചിരിക്കുക തന്നെ നിങ്ങളുടെ ഈ മരുമകനും നിങ്ങളുടെ പ്രിയപ്പെട്ട ഈ മോളും ഉണ്ടല്ലോ, സംസാരിക്കാതെ ഇപ്പൊ സംസാരിച്ചവള്, ഇവളുടെ ചിതക്ക് നിങ്ങൾ തിരി കൊളുത്തു, നോക്കിക്കോ തള്ള എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിക്രം അവിടെ നിന്ന് പോവുകയാണ്. ശേഷം ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കല്യാണി നമ്മുടെ ലക്ഷ്മി എടുത്ത് പറയുന്നുണ്ട്. ലക്ഷ്മി പറയുന്നുണ്ട്, അവനൊരു തിരിച്ചടി കൊടുക്കണമല്ലോ മോളെ, ഇത്രയൊക്കെയായിട്ടും അവൻ അഹങ്കാരത്തിന് ഒരു കുറവില്ലെങ്കിൽ അവന് നല്ലൊരു തിരിച്ചടി കൊടുത്തേ പറ്റും. ഒരു പ്രാവശ്യം തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ അവൻ പഠിച്ചോളും. അവനെ നന്നായിട്ട് തിരിച്ചടി കൊടുക്കുകയാണെങ്കിൽ അവന്റെ അച്ഛനുണ്ടല്ലോ പ്രകാശ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് ജീവൻ പോകുമെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ICUയിൽ കിടക്കുന്നുണ്ടായിരുന്ന ആള്, അവനും ഒരു കുഴപ്പമൊന്നും ഇല്ലല്ലോ. അപ്പൊ അവനും അത് വലിയ ഷോക്കായിരിക്കും. അത് ലക്ഷ്മി അമ്മ പറഞ്ഞ ശരിയാണ്, വിക്രത്തിന് നല്ലൊരു തിരിച്ചടി കിട്ടാൻ സമയമായിട്ടുണ്ട്. അതിന് പറ്റിയ സമയം തന്നെയാ മോളെ, മോളൊന്നും നോക്കണ്ട, ഈ കാര്യം ഞാൻ ഏറ്റു. ദീപേ എൻ്റെ അനിയത്തിയാണ്, അവളെ ദ്രോഹിക്കാൻ നോക്കിയ ആ വിക്രത്തിനെ ഞാൻ വെറുതെ വിടില്ല എന്ന് ലക്ഷ്മി പറയാണ്. അങ്ങനെ ലക്ഷ്മി വിക്രത്തിന് ഒരു തല അടിപൊളി പണിയാട്ടോ കൊടുക്കുന്നത്. ഗുണ്ടകളെ വെച്ചില്ലേ വിക്രത്തിന്റെ കൈയും കാലും ഒക്കെ തല്ലി ഒടിക്കുന്നുണ്ട്. വിക്രത്തിന് 2 മാസം പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലാക്കി തീർക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും വിക്രം ഇറങ്ങി പുറപ്പെടുകയാണ് അവരെങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി. വിക്രത്തിന്റെ കൂടെ സരിയും കൂടി കൂടുന്നുണ്ട്. അങ്ങനെ 2 ദുഷ്ടന്മാരും കൂടി കൂടിയിട്ടാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. 2 ദുഷ്ടന്മാരും കൂടി കൂടിയിട്ട് എങ്ങനെയൊക്കെ അവരെ ദ്രോഹിക്കാവോ, അതായത് സരയുവിനെ എങ്ങനെയൊക്കെ താരേനെ ഇല്ലാതാക്കണമെന്നാണ്. വിക്രത്തിനാണെങ്കിൽ കിരണിനെയും കല്യാണിനെയും അതുപോലെ തന്നെ ദീപേനെയും ഇവരും കാർത്തികേനെയും അവളുടെ അമ്മ ലക്ഷ്മിനെയും ഇത്രയും പേരെ ഇല്ലാതാക്കണമെന്നാണ്. മെയിൻ ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞ കിരണും കല്യാണിയാണ്. അവർ രണ്ടുപേരും എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ സരിയും വിക്രവും വീണ്ടും കൈ കോർക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.